first heard the story, I instantly connected with her vulnerability because I've had phases in my life where I didn't feel strong or confident at all, especially when people thought I was. So her self doubt didn't feel dramatic, it felt real. My first reaction was honestly excitement because the whole concept felt very real. And the best part was that it included surfing, which is something that I absolutely love. ഹൻസിക ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ട് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റോക്കിൻ്റെ അകത്തുള്ള കോൺസെപ്റ്റ്സിൽ നിന്നാണ് നമ്മൾ പുൾ ചെയ്തിട്ട് ഈ സംഭവം ചെയ്തത്. ഒരു 2 days നമ്മൾ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തു. 3rd day നമ്മളവിടെ റെക്കിക്ക് പോയി ആൻഡ് 4th day വി ഡിഡ് ദ ഷൂട്ട്. അപ്പോൾ ഈ 2 days ഉറപ്പായിട്ടും എനിക്ക് ഇവിടുന്ന് ഒരു സ്ട്രോങ് ക്രൂ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ സ്ഥിരം വർക്ക് ചെയ്യുന്ന എൻ്റെ പില്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് മൊത്തത്തിൽ ഡിസൈൻ ചെയ്യാനായിട്ട് എനിക്ക് ക്രിജയുടെ ഹെൽപ്പ് വേണം. അപ്പോൾ പ്രൊജക്ട് ഡിസൈനറായിട്ട് ക്രിജ ഉണ്ടായിരുന്നു. നോ കോംപ്രമൈസ് ആണ് അച്ചുവിനെ വൺ വേർഡിൽ പറയുകയാണെങ്കിൽ. കാരണം അച്ചു ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷോട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും അതിൽ കോംപ്രമൈസ് ഇല്ല. ചിലപ്പോൾ ചില ഷോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നുണ്ട്. അച്ചുവിന് ഓൾറെഡി ഒരു ഫുൾ വിഷൻ ഉണ്ടായിരുന്നു എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കണം, ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കണം എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് DOP സെക്ഷൻ ഇസ് ലൈക്ക് റിയലി ടഫ് അതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഉറപ്പായിട്ടും ഇങ്ങനെ വെള്ളത്തിൻ്റെ അകത്ത് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ജോസേട്ടനെ വിളിച്ചു. ജോസേട്ടൻ ആ ഏരിയ ഹാൻഡിൽ ചെയ്തു. കണ്ടിന്യൂസ് ഒരു 3 days ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചു വിളിക്കുന്നത്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണം, നമുക്ക് മോഡലിൻ്റെ അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാച്ചുറൽ ലൈറ്റ് വെച്ചിട്ട് ഇതിനെ എങ്ങനെ നമ്മുടെ, അതായത് ഈ കഥയിൽ ഏറ്റവും നമ്മുടെ ക്യാരക്ടറിനോടത്ര ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ലൈറ്റ്സിനുള്ളത്. ഞാൻ റെക്കിയിൽ അവർ മോർണിംഗ് ടു ഈവനിങ് വരെയും നമുക്ക് ഓരോ സ്ഥലത്ത് കിട്ടുന്ന ലൈറ്റുകൾ അവർ മെഷർ ചെയ്തു. ആ ലൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം മോർണിംഗിൽ ഷൂട്ടിൻ്റെ ഓർഡർ പ്ലാൻ ചെയ്തത്. അതിൽ ബീച്ച് സൈഡ് മാത്രമാണ് നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ ലൈറ്റ്സ് ഇതായത്. ബാക്കി എല്ലാ ഏരിയകളും നമ്മൾ ഷൂട്ട് ചെയ്തപ്പം നമ്മൾ അവിടുത്തെ ലൈറ്റ്സിൻ്റെ ഒരു മീറ്ററിങ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പം നാച്ചുറൽ ലൈറ്റ് വീഴുന്ന സോഴ്സുകൾ നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആൻഡ്രിയ ഡിഡ് ദ സ്റ്റൈലിംഗ്. ഫസ്റ്റ് അച്ഛൻ്റെ കോൾ വന്നപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ആയിട്ടാണ് ബൊഹീമിയനിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ അച്ഛൻ്റെ കുറേ ഷൂട്ട്സ് കണ്ടിട്ടുണ്ട്. സോ ഫൈനലി ഐ ഹാഡ് എ ചാൻസ് ടു വർക്ക് വിത്ത് ഹിം. ഷൂട്ടിൻ്റെ കൺഫർമേഷൻ വന്നത് ലൈക്ക് പ്രീവിയസ് ഡേ ആയിരുന്നു. സോ ഓൾ സഡൻ പെട്ടെന്നൊന്ന് കൺഫേം ആയി ഔട്ട്ഫിറ്റ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് പാനിക്ഡ്. അയ്യോ, എവിടെ നിന്ന് ഇപ്പോൾ പോയി തപ്പാതെ കറക്റ്റ് മാച്ചിൽ കറക്റ്റ് സംഭവം കിട്ടണമായിരുന്നു. കോസ്റ്റ്യൂമിലോട്ടൊക്കെ വരുമ്പോൾ ഐ വാസ് കൺഫ്യൂസ്ഡ് ബിക്കോസ് അച്ചുവിന് കുറച്ചും കൂടി ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു ഇതുണ്ട്. അച്ചുവിന് ആ മനസ്സിൽ വിചാരിക്കുന്ന സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമ്മളിട്ട് ഓടിക്കും. നമുക്ക് ഇതെല്ലാം ക്യാപ്ചർ ചെയ്യാനും ഇതെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ടും ഒരു വീട് അങ്ങനത്തെ പരിപാടി അവിടെ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ മൈ ഫ്രണ്ട് ഫ്രം വർക്കല നിഖിൽ വാസ് ദെയർ. അപ്പോൾ നിഖിൽ ഗാർഡൻസിൻ്റെ പ്രോപ്പർട്ടീസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ സർഫിങ് കാര്യങ്ങൾ എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ വി ഹാഡ് ആൻസൺ ഉണ്ടായിരുന്നു. ആൻസൺ അവിടെ പരദേശി, ഹി ഹെൽപ്ഡ് us a lot. പുള്ളി വീഡിയോയ്ക്കകത്തും അഭിനയിച്ചിട്ടുണ്ട്. It was a really great condition today for surfing, for learning especially. As you can see, like she got really nice waves. She was exactly doing what I was telling, like pumping, turning. But the shoot was really great. Good team, really great team. It's really fun working with you guys. പിന്നെ പാഡൽ കളട്ടി എന്നായിരുന്നു ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നത്. പിന്നെ നമ്മുടെ ഹോൾ സ്റ്റോറി ക്യാപ്ചർ ചെയ്യാൻ ആശി ഉണ്ടായിരുന്നു ബിഹൈൻഡ് ദ ക്യാമറ. രാവിലെ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് അതിനൊരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. ഒരു 7 o'clock to 10 ഉള്ളിൽ നമുക്ക് തീർക്കണമായിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളില് അച്ചു വിചാരിച്ച ഷോർട്സ് കിട്ടണമായിരുന്നു. അതേപോലെ വൈകുന്നേരം ആണെങ്കിലും നമ്മൾ ആ ഒരു സൺസെറ്റിന്റെ സമയത്ത് തന്നെ അത് ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു, ഇവര് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത്. സോ ആ ഒരു പാർട്ടായിരുന്നു കോർഡിനേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കറക്റ്റ് സമയത്തിന് കഴിയുക, കറക്റ്റ് സമയത്തിന് തുടങ്ങുക എന്നുള്ളത്. ഈ ക്യാമറ വെള്ളത്തിന്റെ അകത്തേക്ക് എത്രത്തോളം കൊണ്ടുപോകാം എന്നുള്ളത്, നമ്മളൊരു അണ്ടർ വാട്ടർ കിറ്റോ അങ്ങനെ ഒന്നും നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മളൊരു കവറിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് ക്യാമറ കൊണ്ടുപോയി നമ്മൾ വെള്ളത്തിന്റെ അകത്തേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അപ്രോച്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ക്ലോസർ ഷോട്ട്സ് വേണമെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ട്രൈ ഓൺ ഐഫോൺ. എൻ്റെ പേഴ്സണൽ ഫോൺ തന്നെ എടുത്ത് നമ്മൾ
ഐഫോണിൻ്റെ അകത്തും കുറേ ഇൻട്രസ്റ്റിംഗ് ഷോട്ട്സ് ഒരു ക്ലോസ് റേഞ്ചിൽ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ BTSൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ കടലിന് അത്രയും ഉള്ളിൽ പോയിട്ടാണ് ഈ ഷോട്ട് എടുക്കണേ. നമ്മുടെ മൈൻഡിലുള്ള ഒരു ഷോട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലെൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കടലിനുള്ളിൽ ഇറങ്ങി അപ്പം കുറച്ച് ക്ലോസ് ഷോട്ട്സുകൾ വേണമെങ്കിൽ നമ്മൾ ആളുടെ അടുത്തേക്ക് പോകാമെന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ബീച്ചിൽ ഇറങ്ങിയിട്ടുള്ള ഷോട്ട് തന്നെയാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷോട്ടായിട്ട് എനിക്ക് ഈ ഷൂട്ടിൽ തോന്നിയിട്ടുള്ളത്. ഈ ഷൂട്ട് ലോക്കായ ആ പോയിന്റിൽ തന്നെ ഈ പ്രോജക്റ്റിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണ്ട എന്നുള്ളത് ഡിസൈഡഡ് ആയിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൻസിക ഇസ് നോട്ട് ഒരു ഭയങ്കര ഒരു ബബ്ലി ക്യാരക്ടർ, അങ്ങനെയല്ല. ഷീ ഹാസ് ഹർ ഒരു ടഫ്നെസ്, ഇങ്ങനെ പാക്കൊക്കെ വെച്ച് സോളിഡായിട്ട് അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ if there are some scars or anything on her face or pimples or whatever it is, adakke okay aayirunnu for us to shoot. The entire team was very supportive throughout the shoot. The director was so clear about the vision and helped me understand the character really well, and the crew was super encouraging throughout the shoot, especially during the surf scene. ഡ്രോൺ ഷോട്ട്സ് എല്ലാം പെക്സനാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നില്ല. വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പം വിൻഡ് ഭയങ്കര ഒരു ഫാക്ടറാണ്. നമ്മൾ ഒക്കെ കടലിൽ ഇവിടെ വന്ന് ഇയാളിങ്ങനെ സർഫ് ചെയ്യുമ്പം കറക്റ്റ് ഡ്രോൺ നമുക്ക് ആഗ്രഹമുള്ളത് ഉണ്ട്, പക്ഷെ ആ ഒരു സാധനം അച്ചീവ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് എളുപ്പമല്ല. കാരണം ഈ വിൻഡ് എപ്പോഴും ഇതിൻ്റെ മൂവ്മെൻറ്റ്സിനെ എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ ഇത് ചെയ്ത് പുള്ളി കറക്റ്റായിട്ട് എങ്ങനെ അത് ക്യാപ്ചർ ചെയ്യും എന്നുള്ള 1-2 പ്രാവശ്യം എടുത്ത് മനസ്സിലാക്കി ആ വിൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുള്ളി എടുത്ത് നമുക്ക് നല്ല ഡ്രോൺ ഷോട്ട്സ് കിട്ടിയിട്ടുണ്ട്. കിരൺ തോമസ് ആണ് നമ്മുടെ എഡിറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിരൺ ചേട്ടനായിട്ട് ഇപ്പോൾ ഓൺ പ്രോഗ്രസ് ആണ്. അപ്പോൾ പുള്ളി ഒരു ഫസ്റ്റ് കട്ട് കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ സജഷൻസും ഡിസ്കഷൻസും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തതിനേക്കാൾ ഇപ്പം ഇത് ഫസ്റ്റ് ടൈം കാണുന്ന ആളുടെ ഒരു വേറൊരു പേഴ്സ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഒരു എഡിറ്റേഴ്സ് പേഴ്സ്പെക്റ്റീവ്, പുള്ളിയുടെ സജഷൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ കളർ ബ്രൂവറിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. കിഷൻ ഫ്രം സപ്ത റെക്കോർഡ്സ് ആണ് നമ്മുടെ മ്യൂസിക്, BGM, സൗണ്ട് ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നത്. സപ്ത റെക്കോർഡ്സ് ഇപ്രാവശ്യം ഒരു കിഡിലൻ മ്യൂസിക് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിഷ്വലിൻ്റെ അകത്തുള്ള മൂഡ്സിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസും ആ ഇമോഷണൽ കണക്ട് നമുക്ക് വിഷ്വലി അല്ലാണ്ട് കേൾക്കുമ്പോഴും അത് ഫീൽ ചെയ്യാനായിട്ട് ഒരുപാട് ഇപ്രാവശ്യത്തെ മ്യൂസിക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മനു വാസ് ഓൾവേസ് എ സപ്പോർട്ട് റൈറ്റ് ഫ്രം ചിലപ്പോൾ എൻ്റെ കോളേജ് ഡേയ്സ് തൊട്ടിട്ട് എൻ്റെ ഷൂട്ട്സിന് വരികയും എൻ്റെ ഷൂട്ട്സും ഞാൻ ഷൂട്ട് ചെയ്യണ രീതിയും കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് നോക്കിയാൽ വരെ എന്താണ് എന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ലക്ഷ്മി ഈസ് ലൈക്ക് വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് മോഡൽസ് ദാറ്റ് വി ഹാവ് ഇൻ കേരള റൈറ്റ് നൗ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്യാരക്ടറിന് സൗണ്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി വന്നപ്പോൾ ആ ഇമോഷണൽ ജേർണി മനസ്സിലാവുന്ന ഒരാൾക്ക് ആയിരിക്കും ഇത് ഏറ്റവും നല്ലോണം ഡബ് ചെയ്യാൻ പറ്റുകയെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ലക്ഷ്മിനെ അപ്രോച്ച്. The whole experience for me was very special. Traveling to Varkala itself, it felt like an adventure. Shooting by the beach and doing the surfing shots was one of the best parts of the whole experience. ഫൺ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് ഷൂട്ട് ചെയ്യുന്ന തന്നെ ഭയങ്കര ഹൈ ആന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ അഡ്വർടൈസിങ്ങിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യുക. ക്യാമറമാനും മോഡലും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇത് കടലിൻ്റെ അകത്ത് പോയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വേവ്സിന്റെ അകത്ത് നിന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും മേജർ ഫൺ പാർട്ട്. Overall, it didn't just feel like a shoot, it felt like a really fun and memorable experience.